ഇവനിത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. മിക്കവാറും ഉറക്കമായിരിക്കും. എടാ നീ തന്നെയല്ലേ പറഞ്ഞേ ഹാവ് കോൺഫറൻസിന് വേണ്ടി മിഷന് പോയി വരാമെന്ന്? നീ ആണല്ലോ ഫുൾ ആഗ്. ഞാൻ അപ്പോഴും പറഞ്ഞേ രാവിലത്തെ ഉള്ള ഈ യാത്രയൊന്നും വേണ്ടാന്ന്. അവിടെ ശരി, ഞാൻ എന്തോ കണ്ടു. ഒന്ന് പോടാ, നിന്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്രേതവും ഭൂതവും ഒന്നും ഇല്ലാന്ന്. ആര് പറഞ്ഞു? ഞങ്ങളുടെ വലിയ അച്ഛൻ പറഞ്ഞല്ലോ ആത്മാക്കളൊക്കെ ഉണ്ടെന്ന്. ആത്മാക്കളുണ്ട്. നാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ഒരാത്മാവ്. അപ്പൊ ഈ വേർപെടുന്ന ആത്മാക്കളൊക്കെ ഇവിടെയൊക്കെ തന്നെ കാണത്തില്ലേ? ഏറ്റവും വിശുദ്ധിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈശോയോടൊപ്പം സ്വർഗത്തിൽ നിരന്തരം ആടിപ്പാടി ജീവിതമാസ്വദിക്കും. കുറച്ചൊക്കെ വിശുദ്ധി ഇല്ലായ്മയുണ്ടെങ്കിൽ നിന്റെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് വിടും. അവിടെ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് നിനക്ക് പ്രമോഷൻ തരും. അങ്ങനെയൊന്നും അല്ലാതെ മാരക പാപാവസ്ഥയിൽ അനുതാപമില്ലാതെ മരിക്കുന്ന ആത്മാക്കൾ നിത്യ നരകാഗ്നിയിൽ പതിക്കും. ഇതാണ് ആത്മാക്കളുടെ കഥ. അല്ലച്ചാ, അപ്പൊ ഈശോ രണ്ടാമത് വരുമ്പോഴാ ആത്മാക്കളെയൊക്കെ വിധിക്കുന്നത്, അപ്പോഴായി സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടും വിടുന്നതെന്നാണല്ലോ പറയുന്നത്. അത് പൊതുവിധി. ഞാൻ നേരത്തെ പറഞ്ഞത് തനതുവിധി. പൊതുവിധിയിൽ ലോക അവസാനമാണ്. അന്നുവരെ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ശരീരങ്ങൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതുപോലും നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളും കണക്കിലെടുത്ത് കർത്താവ് വരി വരിയായി അവന്റെ ഇടതുഭാഗത്തും വലതുവശത്തും നമുക്ക് സ്ഥലങ്ങൾ സജ്ജമാക്കും. ഞാൻ ഇങ്ങനെയൊന്നുമല്ലല്ലോ കേട്ടത്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഞാൻ ഇങ്ങനെ അറിയും? എടാ, ഇതെല്ലാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലും വിശുദ്ധ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും വെളിപ്പാടുകളുടെയും അതോടൊപ്പം തന്നെ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ സഭ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നീ വന്ന് വണ്ടി എടുക്കും.